ദൈവത്തിന് മഹത്വം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പശ്ചാത്തല സംഗീതവുമായി നിങ്ങളുടെ മുമ്പിലെത്താൻ ഒരവസരം കൂടി ദൈവം തന്നതിന് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും പശ്ചാത്തല സംഗീതം പ്രയോജനപ്പെടുന്നു അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പശ്ചാത്തല സംഗീതത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ നല്ലവരായ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പാടി പാടി പഴകി നമ്മുടെ ഹൃദയത്തിലൊക്കെ ആഴമായിട്ട് പതിഞ്ഞ് നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമായി മാറിയ കുറച്ച് പാട്ടുകളുണ്ട്. എന്നാൽ അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചത് ആരാണെന്നോ, അത് എഴുതിയത് ആരാണെന്നോ, അത് സംഗീതം ചെയ്തത് ആരാണെന്നോ ഒന്നും ചിലപ്പോൾ നമ്മൾ തിരക്കാറില്ല. വളരെ ചുരുക്കം പേര് മാത്രമേ അതിൻ്റെ പുറകിലൊക്കെ പോകാറുള്ളൂ. എങ്കിലും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അതുപോലെ നമുക്ക് പ്രിയപ്പെട്ട കുറച്ച് പാട്ടുകളുണ്ട്. ചില പാട്ടുകളൊക്കെ നമ്മളിങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. പ്രഭാതഗീതങ്ങൾ, ആരാധനാ ഗീതങ്ങൾ, അതുപോലെ സന്ധ്യാഗീതങ്ങൾ, അങ്ങനെ കുറച്ച് പാട്ടുകളുണ്ട്. പ്രഭാതഗീതങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ കുറച്ച് പാട്ടുകൾ മാത്രമേ ഉള്ളെങ്കിൽ പോലും നമുക്കൊക്കെ മനഃപ്പാഠമാണ്. അതുപോലെ അതിൻ്റെ വരികളൊക്കെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അത്തരത്തിൽ മലയാളികൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ട 2 പ്രഭാതഗീതങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് പശ്ചാത്തല സംഗീതത്തിൽ ചർച്ച ചെയ്യുന്നത്. ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ഒരു നല്ല ഒന്നാന്തരം കർഷകനായിരുന്നു മൂവാറ്റുപുഴക്കാരനായിരുന്ന ശ്രീ PM കൊച്ചുകുറു. 1880 മൂവാറ്റുപുഴയ്ക്കടുത്തുള്ള വാളകം എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. മാത്തു, അച്ചപ്പിള്ള ദമ്പതികളായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ. ഇതൊരു മർത്തോമ സഭാംഗമായിരുന്നു. അതുപോലെ തന്നെ വേദാധ്യാപകനും സുശേഷകനും ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭവനം വേദപഠനത്തിനും ആരാധനകൾക്കുമായി തുറന്നിട്ട് കൊടുത്തിരുന്നു. അതുപോലെ ക്രൈസ്തവ മൂല്യങ്ങൾ എപ്പോഴും ചേർത്ത് പിടിച്ച് അതിൻ്റെ രീതികളൊക്കെ ഫോളോ ചെയ്തു വന്നിരുന്ന ഒരു കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. എഴുത്തുകളരിൽ നിന്നാണ് അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ പൂർത്തീകരിച്ചത്. എഞ്ചുവടി കണക്കും ഹിന്ദു പുരാണങ്ങളും ഓലയിൽ എഴുത്തും അക്ഷര ശ്ലോകങ്ങളും ഒക്കെ ആയിരുന്നു അന്ന് അവിടെ പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്തെ അക്ഷര ശ്ലോക മത്സരങ്ങളിലൊക്കെ ഒരു സജീവ സാന്നിധ്യമായിരുന്നു ഇദ്ദേഹം. എങ്കിൽ തന്നെയും ക്രൈസ്തവ ആരാധനയ്ക്കും പ്രാർത്ഥനകൾക്കൊക്കെ ആയിരുന്നു അദ്ദേഹം കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ഒരു നല്ല പാട്ടുകാരൻ കൂടിയായിരുന്നു ഇദ്ദേഹം. പാടത്തും പറമ്പിലും ഒക്കെ പണിയെടുക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചില വരികളൊക്കെ കടന്നു വരും. അദ്ദേഹം അത് സ്വയമായിട്ട് ട്യൂൺ ചെയ്ത് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അങ്ങനെ വിശ്രമവേളകളിൽ അദ്ദേഹം അത് കുറിച്ചു വെക്കും. അങ്ങനെ പാട്ടിൻ്റെ ഒരു വലിയ ശേഖരം തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ. ശ്രീ മുത്തുംപാക്കൽ കൊച്ചുകുഞ്ഞുപദേശി എന്ന സാധു കൊച്ചുകുഞ്ഞുപദേശിയുമായി വളരെ സൗഹൃദ ബന്ധമുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്. മധ്യ തിരുവിതാംകൂറിലെ സുവിശേഷീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്തിൻ്റെ വീട് ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ സൗഹൃദ സംഭാഷണത്തിലൊക്കെ ഇരിക്കുമ്പോൾ ഈ പാട്ടിൻ്റെ ശേഖരത്തെക്കുറിച്ച് സാധു കൊച്ചുകുഞ്ഞുപദേശിയോട് ശ്രീ കൊച്ചുകുറു പറയാനിടയായി. എന്നാൽ അതൊന്ന് കാട്ടെ എന്ന് സാധു കൊച്ചുകുഞ്ഞുപദേശി ആവശ്യപ്പെട്ടു. അങ്ങനെ പാട്ടിൻ്റെ ശേഖരങ്ങളൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിനെ ഏറ്റവും ആകർഷിച്ച, അദ്ദേഹത്തിന് ഏറ്റവും മനസ്സിൽ ഇടം പിടിച്ച 2 ഗാനങ്ങൾ സാധു കൊച്ചുകുഞ്ഞുപദേശിയുടെ തന്നെ സ്വന്തം പങ്ക്തിയായ ആശ്വാസഗീതങ്ങൾ എന്ന പുസ്തകത്തിൽ പ്രസിദ്ധീകരിച്ചു. ആ 2 ഗാനങ്ങളാണ് ഇന്ന് ലോകമെമ്പാടുമുള്ള മലയാളി ക്രൈസ്തവരെ വിളിച്ചുണർത്തുന്ന അതിരാവിലെ തിരുസന്നിധി, മനമേ പക്ഷിഗണങ്ങൾ എന്ന് തുടങ്ങുന്ന 2 ഗാനങ്ങൾ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ 2 പാട്ടുകളും ഒരേ ഈണത്തിലാണുള്ളത്. അതിരാവിലെ തിരുസന്നിധിയാണ് എന്നൊരു സമയം ആ പാട്ട് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ രാത്രി മുഴുവനും പരിപാലിച്ച് ഒരു പ്രഭാതം കൂടി കാണുവാൻ നമുക്ക് അവസരമൊരുക്കിയ ദൈവത്തിന് ഇങ്ങനെ എണ്ണി എണ്ണി നന്ദി പറയുകയാണ്. ഉറക്കത്തിന് സുഖവും തന്നെ അരികെ നിന്ന് കൃപയ്ക്കായി ഉറങ്ങാതെന്നെ ബലമായി കാത്ത തിരുമേനിക്ക് മഹത്വം. അതുപോലെ തന്നെ എവിടെല്ലാം ഈ നിശയിൽ മൃതി നടന്നിട്ടുണ്ട് പരനെ, അതിൽ തന്നെ പരിപാലിച്ച കൃപയ്ക്കായി സ്തുതി നിനക്കേ. അങ്ങനെ എണ്ണി എണ്ണി ദൈവത്തോടുള്ള നന്ദി അറിയിക്കുകയാണ് ഇവിടെ പാട്ടുകാരൻ. മനമേ പക്ഷിഗണങ്ങൾ ഉണർന്നിതാ പാട്ട് പാടുന്നു. ആ പാട്ട് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും, പ്രഭാതത്തിൽ തിരുവഴുത്തിൽ കാണാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളെ അവിടെ ഇങ്ങനെ കുറിക്കുകയാണ്. കർത്താവ് മരണവേദനയോടെ മലമുകളിൽ ചെന്ന് പ്രാർത്ഥിച്ചതും, പത്രോസ് അതിരാവിലെ കർത്താവിനെ തള്ളിപ്പറഞ്ഞതും, മറിയ കർത്താവിനെ അന്വേഷിച്ചു പോയതും,
അങ്ങനെ കുറേ സംഭവങ്ങൾ വിവരിക്കുകയാണ് ഇവിടെ. നമുക്കത് കാണാൻ സാധിക്കും. മനമേ നിന്നെ പരമോന്നത പരിപാലിക്കുന്നതിനാ, മനമേ നിന്നെ പരമോന്നത പരിപാലിക്കുന്നതിനാ, നിനച്ചാൽ നിനക്കുശസിൽ കിടന്നുറങ്ങാൻ കഴിഞ്ഞിടുമോ, നിനച്ചാൽ നിനക്കുശസിൽ കിടന്നുറങ്ങാൻ കഴിഞ്ഞിടുമോ. ഈ ഒരു ഈണത്തിലും ഈ പാട്ട് പാടാറുണ്ട്. പ്രഭാത പ്രാർത്ഥന എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന ഗാനങ്ങളാണിത്. ഈ പാട്ടുകളെയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് പ്രഭാത പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും നമുക്ക് കഴിഞ്ഞെന്ന് വരത്തില്ല. അതുപോലെ തലമുറ തലമുറയായിട്ട് കൈമാറി വരുന്ന 2 അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങളാണ് ഇത്. ഇതുകൂടാതെ വേറെയും നല്ല നല്ല ഗാനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 1949 തൻ്റെ 69-ാം വയസ്സിൽ ശ്രീ കൊച്ചുഗുരു കർത്താവിൻ്റെ നിദ്ര പ്രാപിച്ചു. ഈ 2025-ലും നമ്മളെയൊക്കെ ആത്മീയമായി മുന്നേറുന്നതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഈ പാട്ടുകളൊക്കെ. ഇനി ഇങ്ങനെയുള്ള അർത്ഥവത്തായ പാട്ടുകൾ, ദൈവത്തോട് നമ്മെ കൂടുതലായി അടുപ്പിക്കുന്ന ഒരുപാട് പാട്ടുകൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.